ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടി സർവശക്തനായിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ നിന്ന് ദൈവികാലോചനകളെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അധ്യായത്തിനകത്ത് ഇസഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് വിളിക്കുകയും പക്ഷേ ആ അനുഗ്രഹം യാക്കോബ് ചതിച്ചു വാങ്ങുകയും ചെയ്ത ചരിത്രമാണ് ഈ അധ്യായത്തിനകത്ത് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. ഇസഹാക്ക് വയസ്സ് ചെന്ന് വൃദ്ധനായി, തൻ്റെ കണ്ണ് മങ്ങി ഒന്നും കാണാൻ വഹിയാതെ വണ്ണം അങ്ങനെ വൃദ്ധനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് മൂത്ത മകനായിരിക്കുന്ന ഏശാവിനെ വിളിച്ച് അവനോട് പറയുന്നുണ്ട്, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം എപ്പോഴാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നീ കാട്ടിൽ ചെന്ന് മൃഗങ്ങളെ വേട്ടയാടി എനിക്ക് ഇഷ്ടമായിരിക്കുന്ന രുചികരമായിരിക്കുന്ന ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ അത് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാണ് ആ അധ്യായം തുടങ്ങുന്നത്. ഇപ്പോൾ ഏശാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഏശാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നായാട്ടുകാരനായിരുന്നു ഏശാവിന്. ഈ നായാട്ട് വിദ്യയെല്ലാം അറിയാം. താൻ മൃഗങ്ങളെ വേട്ടയാടും, അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യാനും ഏശാവിന് അറിയാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏശാവിൻ്റെ ഈ വേട്ട ഇറച്ചിയിൽ ഇഷ്ടം ഉള്ളതായിരിക്കുന്ന ഇസഹാക്ക് ഈ ഏശാവിനെ അധികം സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏശാവിനോടായിരുന്നു ഇസഹാക്കിന് താല്പര്യമെങ്കിൽ ഭാര്യയായിരിക്കുന്ന റിബേക്കയ്ക്ക് ഇളയ മകനായിരിക്കുന്ന യാക്കോബിനോടായിരുന്നു കൂടുതൽ താല്പര്യം. കാര്യം റിബേക്കയുടെ ഇളയ മകനായിരിക്കുന്ന യാക്കോബ് അധികവും വീട്ടിനകത്ത് സമയം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏശാവ് വീട്ടിന് പുറത്തു പോയി നായാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന വ്യക്തിയായിരുന്നു എന്നുമൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായാലും ഏശാവിനോട് ഇസഹാക്ക് പറയുന്നതായിരിക്കുന്ന കാര്യം റിബേക്ക ഒളിഞ്ഞു കേൾക്കുകയും ഇത് കേട്ടപാടെ ഏശാവിൻ്റെ അടുക്കലേക്ക് ഏശാവിനോട് ഇസഹാക്ക് ഇങ്ങനെ പറഞ്ഞതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയതായിരിക്കുന്ന റിബേക്ക ഉടനെ തന്നെ യാക്കോബിനോട് ആ കാര്യം പറഞ്ഞ് യാക്കോബിനോട് പറയുകയാണ്, ഇങ്ങനെ നിൻ്റെ അപ്പൻ നിൻ്റെ സഹോദരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അതുകൊണ്ട് ആദ്യം നീ ചെല്ലണം, അനുഗ്രഹം നീ മേടിക്കണം എന്ന് പറഞ്ഞ് റിബേക്ക അവിടെ യാക്കോബിനെ ചട്ടം കെട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് റിബേക്ക പറയുകയാണ്, മകനെ യാക്കോബേ, ഞാൻ പറയുന്നത് ഞാൻ കൽപ്പിക്കുന്നത് നീ അങ്ങോട്ട് ചെയ്യുക. നിൻ്റെ അപ്പൻ തൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേഗം വേട്ടയിറച്ചി അപ്പൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അതുകൊണ്ട് നീ ഒരു കോലാട്ടിൻകുട്ടിയെ ഒരെണ്ണത്തിനെ കൊണ്ടുവരിക, ആട്ടിൻകൂട്ടത്തിൽ പോയി പിടിച്ചുകൊണ്ട് വരിക, ഞാൻ രുചികരമായിരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് റിബേക്ക അവിടെ യാക്കോബിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ല, ഈ ഭാഗത്തെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കുടുംബം എങ്ങനെയാണ് തകരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. അതിൻ്റെ തുടക്കം നമ്മൾ നോക്കുമ്പോൾ ഇസഹാക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നിലവാരത്തിൽ ദൈവിക ഹിതപ്രകാരമുള്ളതായിരിക്കുന്ന ഭാര്യ അല്ലേ റിബേക്കയെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയും മക്കളില്ലാതിരിക്കുമ്പോൾ ഇസഹാക്ക് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കളുണ്ടായി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുന്നോട്ട് വരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉള്ളിലായി മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നുള്ളതായിരിക്കുന്ന ഒരു വാഗ്ദത്തം കൂടെ ദൈവം അവിടെ റിബേക്കയ്ക്ക് കൈമാറുന്നുണ്ട്. ഇത് ഇവർക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിരിക്കൽ തന്നെയും അല്ലേ, അവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു വശത്ത് ഇസഹാക്കിനെ എങ്ങനെയെങ്കിലും ഏശാവിനെ അനുഗ്രഹിക്കണം. കാരണം മൂത്ത മകനാണ്, അതുകൊണ്ട് അവകാശം മൂത്ത മകൻ്റെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇസഹാക്ക് അങ്ങനെ ശ്രമിക്കുന്നു. ഒരു പക്ഷേ റിബേക്ക ഇത്രയും ഇളയ മകനോട് സ്നേഹം കാണിക്കാനുള്ളതിൻ്റെ ഒരു കാരണം മൂത്ത മകൻ ഇളയവനെ സേവിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു ദൈവികമായിരിക്കുന്ന ഒരു വാഗ്ദത്തം അവൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്ത് തന്നെയായിരുന്നാലും എളുപ്പ വഴിയിലൂടെ ഈ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് റിബേക്ക കൂടെ ശ്രമിക്കുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. ഈ ഒരു ശ്രമം അവിടെ ആവശ്യമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ ദൈവം, ആ ഇസഹാക്കിൻ്റെ ദൈവം, അത്
ദൈവത്തിൻ്റെ നാമം തങ്ങളിലൂടെ മഹത്വപ്പെടുമെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു, അല്ലേ? നമ്മളായിട്ട് അതിനകത്തൊരു എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ചതി അതിനകത്ത് അമ്മയാണ് ഏറ്റവും അധികമായി കൂട്ടുനിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അപ്പൻ്റെ കയ്യിൽ നിന്ന് അപ്പം പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഓവർ ഹിയർ ചെയ്ത് മകനോട് പറഞ്ഞ് വേറൊരു രീതിയിൽ, അല്ലേ, തൻ്റെ സഹോദരനെ തന്നെ പറ്റിക്കാൻ തക്കവണ്ണം ഉള്ളതായിരിക്കുന്ന ചട്ടം കെട്ടിക്കൊടുക്കുന്നത് റിബേക്കയാണ്, അല്ലെ? ഇന്ന് കുടുംബത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ തെറ്റിക്കുന്ന മാതാപിതാക്കളുണ്ടെന്നുള്ളതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നേരെ നമ്മൾ ഒരിക്കലും കണ്ണടയ്ക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: ഞാൻ മുഖാന്തരം ഞാൻ ഒരിക്കലും മക്കളെ തെറ്റിക്കുവാൻ ഇടയാകല്ലേ കർത്താവേ, അല്ലേ? ഒരു മകൻ വന്ന് പറയുന്നതായിരിക്കുന്ന രഹസ്യം മറ്റു മകനോട് പറയുക, ഒരു മകൾ പറയുന്നതായിരിക്കുന്ന രഹസ്യം മറ്റു മകളോട് പറയുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം സഹോദരനും സഹോദരിയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിനൊക്കെ വിള്ളലുകൾ ഉണ്ടാക്കാൻ മാതാപിതാക്കൾ ഇടയ്ക്ക് കയറി നിൽക്കുന്ന കാഴ്ച വളരെ ദയനീയമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് എവിടെയാണെങ്കിലും പ്രിയമുള്ളവരെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, അല്ലേ? അങ്ങനെയുള്ളതായിരിക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പിനെ പണിയുവാനും എനിക്ക് കഴിയും, അതിനെ തകർക്കുവാനും എനിക്ക് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാരണം ഒരാളുടെ മനസ്സിന് മുറിവേൽക്കാൻ ഇടയായി തീരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ മുഖാന്തരം വേറൊരു റിലേഷൻഷിപ്പ് സ്പോയിലാകുവാനിടയായി തീരരുത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം അതിനെ സ്പോയിൽ ചെയ്യുവാനായിട്ട് വേറുള്ള വ്യക്തികൾക്ക് കഴിഞ്ഞെന്നിരിക്കാം. പക്ഷേ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം അത് ദൈവം വെച്ച ബന്ധമാണ്. അതിനെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ആ ബന്ധത്തെ തകർക്കുവാനായിട്ട് ആർക്കും കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കാനിടയായി തീരണം. ഒപ്പം തന്നെ ഞാൻ മുഖാന്തരം വേറെ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ ആരെങ്കിലും ഒക്കെ തമ്മിൽ ഉള്ളതായിരിക്കുന്ന ബന്ധവും ഞാൻ മുഖാന്തരം ആ റിലേഷൻഷിപ്പ് തകർക്കുവാൻ ഞാനും ശ്രമിക്കുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു റിലേഷൻഷിപ്പും അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഞാൻ മുഖാന്തരം മറ്റൊരാളുടെ ബന്ധം തകർന്നു പോകുവാൻ, മറ്റൊരാളെ തമ്മിൽ അടുപ്പിക്കുവാൻ അത് കാരണമായി തീരല്ലേ. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അങ്ങനെ സംഭവിക്കില്ലേ എന്ന് ഇന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും തമ്പുരാൻ്റെ കയ്യിലേൽപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാൻ കർത്താവ് ഇന്ന് ഈ പകൽക്കാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് ഇവരുടെ കഥയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ റിബേക്ക തൻ്റെ മകനായിരിക്കുന്ന യാക്കോബിനെ അനുഗ്രഹിച്ച് അവനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നീ ഇങ്ങനെ കൊണ്ടുവാ, ഇറച്ചി കൊണ്ടുവാ, നമുക്കെന്നിട്ട് അത് പാകം ചെയ്ത് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ റിബേക്കയാണ് സകല കാര്യങ്ങളും അവിടെ ഇണക്കി കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ സഹോദരൻ യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടന് രോമമുണ്ട്, എനിക്ക് രോമമില്ല. അപ്പൻ എന്നെ തപ്പി നോക്കും, അപ്പൻ എന്നെ ഉപായി എന്ന് വിളിക്കും. അപ്പോൾ അവനറിയാം, അവൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ അവൻ താനും ഒരു ഉപായിയാണ്, അപ്പൻ എന്നെ അങ്ങനെ വിളിക്കും എന്നൊക്കെ. അപ്പം എൻ്റെ മേലെ അനുഗ്രഹമല്ല, അപ്പം എന്നെ ശപിക്കാനായിട്ട് ഇടയായി തീരും എന്ന് പറഞ്ഞ് അവൻ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം വളരെ നൈസായിട്ട് റിബേക്ക അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ്റെ വിശേഷ വസ്ത്രമെടുത്ത്, ഏശാവിൻ്റെ വിശേഷ വസ്ത്രമെടുത്ത് യാക്കോബിന് കൊടുത്ത്, അങ്ങനെ അവൻ്റെ കാലിലൊക്കെ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അപ്പോൾ രോമമില്ലാത്ത കഴുത്തിൻ്റെ അവിടെയൊക്കെ കയ്യിലുമൊക്കെ ഇത് വെച്ച് പൊതിഞ്ഞ് ഭക്ഷണവുമായിട്ട് ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് കൊടുത്തു വിടുക. ഇസഹാക്ക് ചെന്ന് ചോദിക്കുമ്പോൾ, ഇസഹാക്കിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, മകനെ, നീ ഇവൻ തന്നെയാണോ, ഏശാവ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും, അല്ലേ, പറയാണ്, ഞാൻ ഏശാവാണ്, വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് നിനക്ക് ഈ വേട്ടയിറച്ചി കിട്ടിയത് എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു കള്ളം എന്ന് പറയുന്നത്, യാക്കോബ് പറഞ്ഞ കള്ളം നമ്മളവിടെ ശ്രദ്ധിച്ച് വായിക്കണം.
അവിടെ ഇങ്ങനെ പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നുവെന്ന് അവൻ പറഞ്ഞു. അല്ലെ, ദൈവത്തെ വെച്ച് പോലും കള്ളം പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ദൈവസ്നേഹമാണ് എൻ്റെ ഉള്ളത്തിലേക്ക് ഓടിയെത്തിയത്. പ്രിയമുള്ളവരെ, എനിക്ക് ഇസഹാക്കിനെ അല്ലെങ്കിൽ യാക്കോബിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ റിബേക്കയെ കുറ്റം പറയാനോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ഭാഗത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എങ്കിലും അല്ലേ, ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന ഫെയിലിയർ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഓഫ് കോഴ്സ് നമ്മൾ അവരുടെ ജീവിതത്തിലുള്ള കുറവുകളെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് സത്യമാണെങ്കിലും ഇതിൻ്റെ മറു സൈഡിൽ മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവസ്നേഹം ഇല്ലേ, ആ ദൈവസ്നേഹം ഓർക്കുമ്പോഴാണ് നമുക്കതിനകത്ത് എത്ര വലിയ സ്നേഹമാണ്. ഈ യാക്കോബിനെ അല്ലേ ദൈവത്തെ വെച്ച് പോലും നീ എൻ്റെ നേർക്ക് വരുത്തി തന്നു, യഹോവ എൻ്റെ നേർക്ക് ആ കോലാട്ടിൻകുട്ടിയെ വരുത്തി തന്നെന്നൊക്കെ പറഞ്ഞ് ആ കള്ളം പറഞ്ഞ യാക്കോബിൻ്റെ പുറകെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നിൽക്കുന്നത്. ഈ ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ആ മധ്യത്തിലാണ് അല്ലേ, ആ ജീവിതത്തോടാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്തും അല്ലേ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അവർ നമ്മളോട് കാണിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളും നന്മകളും ഒക്കെ നോക്കി നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന ആ യേശുവിൻ്റെ മാതൃക നമുക്കൊന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ എല്ലാ സാഹചര്യത്തിലും നമുക്കൊരു വ്യക്തികളെ ഉൾക്കൊള്ളുവാൻ നമുക്കും കഴിയുമായിരുന്നു. ഇത്രയധികം പാപം ചെയ്തിട്ടും യാക്കോബിനെ ഒരു ദേശത്തിൻ്റെ പേര് കൊടുത്ത്, ഒരു രാഷ്ട്രത്തിൻ്റെ പേര് കൊടുത്ത് തന്നോട് ചേർത്ത് നിർത്തിയ ആ ദൈവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തോട് നോക്കിക്കഴിയുമ്പോൾ ഈ യാക്കോബിനെ പോലെ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തെറ്റുകൾ വന്നു, എത്രയോ പ്രാവശ്യം കുറവുകൾ വന്നു. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഓടി അകന്നു മാറിയിട്ടില്ലേ? പക്ഷേ എപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവസ്നേഹത്തിനായി നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അവിടെ ഇസഹാക്ക് യാക്കോബിനോട് ചോദിക്കുകയാണ്, മകനെ നീ അടുത്ത് വരിക, നീ എൻ്റെ മകനായിരുന്ന ഏശാവ് തന്നെയല്ലയോ, ഞാനൊന്ന് തപ്പി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പം തപ്പി നോക്കുമ്പോഴും അവിടെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ശബ്ദം ഏശാവിൻ്റെ ശബ്ദമാണ്, പക്ഷേ തപ്പി നോക്കിയിട്ട് ഈ കൈയൊക്കെ കണ്ടിട്ട് അത് ഏശാവ് തന്നെയാണെന്ന് പറഞ്ഞ് അനുഗ്രഹം മുഴുവൻ അപ്പൻ കൊടുക്കുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, വസ്ത്രങ്ങളുടെ വാസന അപ്പൻ മണത്തു അല്ലേ. അവിടെ ഒരു യാചവേഷമല്ല ഇട്ടാണ് അവിടെ ഇരിക്കുന്നത്, ഏശാവിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. ആ അനുഗ്രഹം മുഴുവൻ ആ ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് കഴിഞ്ഞപ്പോൾ സഹോദരൻ വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ പറയുന്നുണ്ട്, അപ്പൻ ചരിത്രമെല്ലാം പറയുകയാണ്. അപ്പോൾ ഇത് ഇസഹാക്ക് ഇതെല്ലാം അറിഞ്ഞ്, ഇത് ഏശാവല്ലായിരുന്നു, ഇത് യാക്കോബായിരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. താഴേക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് പിന്നെ വലിയൊരു വാള് കടന്നു വരികയാണ് അല്ലേ. അവിടെ യേശാവ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയണം എന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് റിബേക്ക അറിഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 42-ാം വാക്യത്തിനകത്തൊക്കെ കാണുമ്പോൾ യേശാവിൻ്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട്, നിൻ്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പകവീട്ടുവാൻ ഭാവിക്കുന്നു അല്ലേ. ഈ കാര്യമൊക്കെ എത്രയോ വളരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യത്തിൽ നമ്മൾ വായിച്ചു വിടും. പക്ഷേ അവൾ ആ ചെയ്ത കാര്യത്തിൻ്റെ കോൺസിക്വൻസസ്, അവളുടെ മനസ്സിനെ അലട്ടിയതായിരിക്കുന്ന വേദനകൾ പിന്നീടുള്ള കാലം എത്ര വലുതായിരുന്നുവെന്ന് ഒരുപക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നിരിക്കും. കാരണം തൻ്റെ മകനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു, വർഷങ്ങളോളം മകനെ കാണാതെ ഇരുന്നതായിരിക്കുന്ന അവസ്ഥ, താൻ മരിക്കേണ്ടി വന്നതായിരിക്കുന്ന അവസ്ഥ, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ റിബേക്ക കടന്നു പോകുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും അല്ലേ, നമ്മളൊരു കാര്യം ഓർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മളും അനുഭവിക്കാനായിട്ടിടയായി തീരും. ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡത്തിൽ അത് നാശം കൊയ്യുവാനായിട്ടിടയായി തീരുമെന്ന് വചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. നമുക്ക് താഴേക്കുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ റിബേക്ക ഇസഹാക്കിനോട് പറയുന്നുണ്ട്, ഈ ഹിത്തി സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ നിനക്ക് അസഖ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്തി സ്ത്രീയെ യാക്കോബ്
വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുന്നോട്ടുള്ളതായിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം, അവിടെ നമ്മുടെ യേശാവ് അവിടെ ഹിത്തി സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഹിത്തി സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് അത് അത് ഇസഹാക്കിനും റിബേക്കയ്ക്കും വളരെ വ്യസനകാരണമായി തീർന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇനി അതൊരു ആവശ്യം അവിടെ വേണ്ട. അതുകൊണ്ട് യാക്കോബിന് ഒരിക്കലും ഹിത്തി സ്ത്രീകളെ വിവാഹം കഴിക്കരുതെന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനത്തോടെ ഇവരെത്തുകയും അങ്ങനെ ആ ഒരു വാക്യം പറഞ്ഞാണ് ആ ഭാഗം ഇവിടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പ്രിയമുള്ളവരുടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ല പിണച്ചേരരുതെന്നുള്ള ആ വചനം പോലെ, അല്ലെ, ആ ഒരു ഹിത്തി സ്ത്രീകളുമായി ആ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടതായിരിക്കുന്ന യേശാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉള്ളതായിരിക്കുന്ന വിഷയങ്ങൾ വന്നു, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേങ്കിൽ അവിടെ അവർക്കത് വ്യസനകാരണമായി തീർന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ അത് വരരുതെന്നുള്ളതായിരിക്കുന്ന ഒരു തീരുമാനം അവരവിടെ എടുക്കുന്നത് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ യേശാവ് ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ അവരങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന തീരുമാനങ്ങളൊന്നും മുന്നവേ എടുത്തിരുന്നതായിട്ടൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്തു തന്നെയായിരുന്നാലും പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ വിവാഹ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുവാനും തലമുറകളെ ആ ദൈവബന്ധം ഉള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുത്തട്ടെ. വചനങ്ങൾ ഹല്ലേലൂയ കർത്താവിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലെ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.